ഹായ് കൂട്ടുകാരെ, കാറ്റത്തേക്ക് കിടക്കുന്ന സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ സീരിയൽ ഡയറീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും അതുപോലെ കമൻറ്റൊക്കെ ഇടുന്ന സീരിയലിനെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഹരീഷും സുധീഷും സുഭാഷും എല്ലാവരും തറവാട്ട് വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് സുനന്ദയും എല്ലാവരും കൂടിയിട്ട് അവിടെ താമസിക്കുകയാണ്. അന്ന് രാത്രി അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സുനന്ദയും അശ്വിനും ഇവരുടെ കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ലളിത വരുന്നുണ്ട്. ലളിതയ്ക്ക് ആകെ ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. ഇവരവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ സുനന്ദേനെ വഴക്ക് പറയണമൊക്കെ ഉണ്ട്. അശ്വിനുള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കിടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഭാസ്കരനും വരുന്നുണ്ട്. ഭാസ്കരൻ്റെ പഴയ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ലളിത കാണാണ് നിധി വേറെ റൂമിലാണ് കിടക്കുന്നത്. സുധീഷ്, സുഭാഷും നികേഷൊക്കെ ഓരോ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ലളിത ചോദിക്കുകയാണ് നിധിയോട്, നീ എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് നിധി ചൂടാവാണ് കേട്ടോ ലളിതയോട്. എൻ്റെ കൂടെ കിടക്കാനൊക്കെ വേറെ ആളുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ നിധി. അപ്പോൾ റൂമിൽ നോക്കുമ്പോഴാണ് ചാന്ദിനിയെ കാണുക ലളിത. അപ്പോൾ ലളിത പറയും, ഇവളെന്തിനാ ഈ ഇതാവുന്നത്, എന്നോടിത് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ അവരെല്ലാവരും പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കിടന്ന് പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നിധി സാരി കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ സുധീഷ് വരികയാണ്. നല്ല ഷർട്ടും നല്ല നാടൻ മുണ്ടൊക്കെ എടുത്തിട്ടാണ് സുധീഷും വരുന്നത് കേട്ടോ. അങ്ങനെ ലളിതയും അതുപോലെ തന്നെ സുനന്ദ, അശ്വിനവരൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ സുഭാഷും നമ്മുടെ കിളിക്കൊടുത്ത് അവരെല്ലാവരും തൊട്ട് പിന്നാലെ ഇറങ്ങാൻ കേട്ടോ അമ്പലത്തിലേക്ക്. അങ്ങനെ അമ്പലത്തിലെത്തിയതും പൂജാ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും കൂടിയിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. സുഭാഷ്, നികേഷ്, ഹരീഷ്, സുധീഷ് അവരെല്ലാവരും കൂടി ഒരിടത്ത് ഇരിക്കുകയാണ് കേട്ടോ, നിധിയൊക്കെ കൂടിയിട്ട്. അപ്പോഴാണ് സുനന്ദ സുഭാഷിനെയും ചാന്ദിനിനെയും നോക്കുകയാണ് തൊട്ട് കുറച്ച് അപ്പുറത്തിരുന്നിട്ട്. അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സുഭാഷിൻ്റെ തലയിൽ പൂ വീഴുന്നുണ്ട്. അപ്പോൾ അത് ചാന്ദിനി തട്ടി മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദയ്ക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളുടെ സുധീഷും അതുപോലെ തന്നെ നിധിയും പറയുന്നുണ്ട്. സുധീഷിന് നിധിയോട് പറയുകയാണ്, ഭാഷ അറിയില്ലെങ്കിലും എന്താ അവർ തമ്മിൽ നല്ല മാത്സ് ആണല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ സുധീഷ് ചോദിക്കേണ്ട നിധിയോട്, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ പറഞ്ഞിട്ട് നിധി ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരും തമ്മിൽ. പിന്നെ ലളിത അവിടെ നിന്നിട്ട് ഒരു കഠിനമായ പൂജയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നതുകൊണ്ടിരിക്കുന്നതിലാണ് ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, ഇതൊക്കെ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലളിത പറയുകയാണ്, എൻ്റെ ആങ്ങളുടെ മക്കളാണ് പറയുകയാണ്. എൻ്റെ ആങ്ങളെ ഭാര്യേനൊക്കെ തല്ലിക്കൊന്ന് ജയിലിലൊക്കെ ആയിരുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മൊത്തം അവിടെ ഇട്ടിട്ട് പരിഹസിക്കുകയാണ് ലളിത ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ സ്ത്രീകൾ പൂജ ചെയ്യണമായിരുന്നു. അപ്പോൾ നിധി ലളിത പറയാണ്, അതിന് ഇവരുടെ കൂട്ടത്തിൽ ആര് ചെയ്യാനാണെന്നൊക്കെ പറയാണ്. അപ്പോൾ നിധി പറയാണ്, ഞാൻ സുധീഷിൻ്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് നിധി പൂജയ്ക്കൊക്കെ ചെയ്യാൻ സെറ്റായി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ നിധി. അപ്പോൾ ആ നിധി പറയണതൊക്കെ കേട്ടിട്ട് ലളിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസത്തെ ഒരു പ്രൊമോ വീഡിയോ ആണ്. അതിലെന്താ നമ്മുടെ സുഭാഷ് നികേഷിനും സുധീഷിനൊക്കെ ചായ ഇട്ട് കൊടുക്കുകയാണ് രാവിലെ. അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സുനന്ദ കയറി വരികയാണ്. അപ്പോൾ സുനന്ദേനെ വരൂ പറഞ്ഞിട്ട് സുഭാഷ് വിളിക്കുകയാണ്. അങ്ങനെ സുഭാഷ് സുനന്ദയ്ക്ക് ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട സുഭാഷ് ചേട്ടാ, ഞാൻ ചായ കുടിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ സുനന്ദ പറയാണ് കേട്ടോ. പിന്നീട് സുനന്ദ ചോദിക്കുകയാണ്, എല്ലാ സുഭാഷ് ചേട്ടാ, ഇവരിപ്പോൾ സുഭാഷ് ചേട്ടന് പെണ്ണൊന്നും നോക്കുന്നില്ലേ, അതൊക്കെ ഇവർ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല, അതോ എന്നല്ലേ ഇപ്പോൾ തറവാട്ടമ്പലത്തേക്ക് വന്നേക്കുന്നതെന്നൊക്കെ പറയുകയാണ് സുഭാഷ് കേട്ടോ. അപ്പോൾ സുനന്ദ പറയാണ്, അപ്പോൾ എന്തായാലും അതെ, തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാതും നന്നായി നടക്കും എന്നൊക്കെ സുനന്ദ പറയുകയാണ്. നമ്മളുടെ തറവാട്ട് ഭഗവതി അത്രയും നല്ല ഇതാണെന്നൊക്കെ പറയാണ് കേട്ടോ പ്രാർത്ഥിച്ചാൽ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവരെല്ലാവരും സന്തോഷിച്ച് അങ്ങനെ സംസാരിച്ചവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ചാന്ദിനി വരുന്നത്. ഹീറ്ററിൽ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് പോയി നോക്കാൻ വേണ്ടിയിട്ട് സുനന്ദയും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ അപ്പോൾ സുഭാഷും പോവാണ്. ഇതാ വരുന്നടാന്ന് പറഞ്ഞിട്ട് സുഭാഷും പോവാണ് കേട്ടോ അവരുടെ പിന്നാലെ. അങ്ങനെ സുഭാഷും പോയി. അവിടെ എത്തിയപ്പോഴാണ് സുനന്ദ പറയാണ്, അത് സ്വിച്ച് ഇടാനിട്ടായിരുന്നു, ഹീറ്ററിൽ വെള്ളം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശ്രദ്ധിച്ചില്ലേന്ന് ചോദിക്കുകയാണ് സുഭാഷ് ചാന്ദിനിയോട്. അപ്പോൾ പറയുന്നത് സ്വിച്ച് പുറത്താണ് സുഭാഷ് ചേട്ടാന്ന് പറയുകയാണ് സുനന്ദ പറയാണ് കേട്ടോ. അങ്ങനെ ചാന്ദിനി കുളിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ വഴുക്കി വീഴാണ് ചാന്ദിനി. വഴുക്കി വീഴാൻ പോകുമ്പോഴേക്കും സുഭാഷ് പിടിക്കുകയാണ്, താങ്ങി നിർത്തുകയാണ് ചാന്ദിനിയെ. അതിൽ അവർ രണ്ടുപേരും കണ്ണോട് കണ്ണൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അത് കണ്ടിട്ട് സുനന്ദയും നോക്കുന്നുണ്ട് കേട്ടോ, ഇവർ നല്ല ചേർച്ചുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെയും വെള്ളമൊക്കെ കളഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അയ്യോ സുഭാഷ് ചേട്ടൻ എന്താ ചെയ്യുന്നത്, ഞാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് സുനന്ദ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പൊയ്ക്കോന്ന് പറയുകയാണ്. അപ്പോൾ സുനന്ദ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ നിന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സുനന്ദ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവർ തമ്മിൽ നല്ല മാച്ച് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അപ്പോൾ സുനന്ദയെ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ മകളാണ് സുനന്ദ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടാൻ കേട്ടോ അവർ രണ്ടുപേരും തമ്മിൽ.
അപ്പോൾ സുനന്ദ ചോദിക്കുകയാണ് ചാന്ദിനിയോട് താൻ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ, ചാന്ദിനിയുടെ കാര്യങ്ങളെല്ലാം സുനന്ദയോട് പറയുകയാണ്. അപ്പോൾ ഹിന്ദിയിലാണ് പറയണത്. അപ്പോൾ സുനന്ദയ്ക്കൊന്നും മനസ്സിലാവണില്ല. സുനന്ദയ്ക്ക് ആകെ ടെൻഷനായിട്ട് അങ്ങനെ നികേഷ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നികേഷിനെ വിളിക്കുകയാണ്. അപ്പോൾ നികേഷ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ ചാന്ദിനിയോട് പോകാൻ പറയുകയാണ്. അപ്പോൾ ചാന്ദിനി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സുനന്ദ നികേഷിനോട് പറയുകയാണ്, നല്ല സുന്ദരി കുട്ടിയാണല്ലേ ചാന്ദിനി എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ സുഭാഷ് ഏട്ടന് നല്ല മാച്ചായിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്താ സുനന്ദ പറയണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് അതും ഭാഷയൊന്നും അറിയാണ്ട് ഏടത്തിയായിട്ട് വരിക എന്നൊക്കെ പറയാണ് കേട്ടോ നികേഷ്. അപ്പോൾ സുനന്ദ പറയണ്ട, അതിനെന്താടാ ഭാഷ എന്നൊക്കെ പറയാണ് സുനന്ദ. അവർ തമ്മിൽ നല്ല മാച്ചായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നികേഷ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴും സുനന്ദ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ നികേഷ് എന്താ ഈ പറയുന്നത്, സുഭാഷ് ചേട്ടന് കല്യാണമൊന്നും ആയിട്ടുമില്ല, ചാന്ദിനി ആണെങ്കിൽ നല്ല ചേർച്ച ഉണ്ട് സുഭാഷ് ചേട്ടന് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് കേട്ടോ പിന്നത്തെ പ്രേമോ തീരുന്നത്. എല്ലാവർക്കും ഈ ചാനലൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ കമൻറ്റൊക്കെ ഒന്ന് പറയുക കേട്ടോ, ഏത് സീരിയലാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. എന്നാൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.